നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ രാജ്യദ്രോഹികളാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, രാജ്യസ്നേഹികൾ ഇവിടെ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരും രാജ്യദ്രോഹ കുറ്റം ചുമത്തുക. എന്തെതിർത്ത് പറഞ്ഞാലും, അപ്രിയമായി പറഞ്ഞാൽ, ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചാൽ അവന്റെ വീട്ടിലേക്ക് ED, ഇൻകം ടാക്സ്, CBI മുഴുവൻ ആളുകൾ ചെല്ലുന്നു. ഇത് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിലപാട്, അതാണ് ഇസ്രായേലിന്റെ നിലപാട്, അതാണ് ബ്രിട്ടന്റെ നിലപാട്. ഒക്ടോബർ 7 മുൻപുള്ള പലസ്തീനിനെ കുറിച്ച് മറക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ബോധമനസ്സിൽ ഒക്ടോബർ 7 മുൻപ് നടന്ന പലസ്തീനിലെ അധിനിവേശത്തെക്കുറിച്ച്, അതിന്റെ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് നമ്മൾ ആരും ആരായാനോ ചികയാനോ പാടില്ല എന്ന് സാമ്രാജ്യത്വ ശക്തികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുക. മെമ്രി എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്ക. ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ലോകത്തെ എങ്ങനെ അറിയിക്കണമെന്ന് തീരുമാനിക്കുന്നത് മെമ്രി. ഈ പറയുന്ന ഇസ്രായേലിലെ ജൂത പത്രപ്രവർത്തകരും അമേരിക്കൻ സാമ്രാജ്യത്വവും കൂടി വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ് മെമ്രി. മെമ്രിയാണ് ലോകത്തേക്ക് മുഴുവൻ ഇതിന്റെ വിവരങ്ങൾ കൊടുക്കുന്നത്. ആ വിവരങ്ങൾ കൊടുക്കുന്നത് ഒക്ടോബർ 7 ഈ പറഞ്ഞ ചുണ്ടങ്ങ വഴുതനങ്ങ പ്രശ്നമാണ് മെമ്രി കൊടുക്കുന്നത്. ബോധപൂർവമായി അവിടുത്തെ പലസ്തീൻ്റെ ജനതയുടെ പോരാട്ടത്തിൻ്റെ ചരിത്രത്തെ തമസ്കരിക്കപ്പെടുന്നു, നിഗ്രഹിക്കപ്പെടുന്നു, മാറ്റി നിർത്തപ്പെടുന്നു. ഇപ്പൊ ഇന്ത്യയിൽ പുതിയ ഭരണാധികാരികൾ ചെയ്യുന്ന അതേ പരിപാടി നമുക്കറിയാലോ. നമ്മുടെ ചരിത്രം പോലും മാറ്റി എഴുതപ്പെടുന്നു. അബുൽ കലാം ആസാദിനെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. അടർത്തി മാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുൽ കലാം ആസാദിനെ മാത്രമല്ല, ഗാന്ധിയെ പോലും. ഞാനൊരു ഒരു സ്റ്റേറ്റില് 9ാം ക്ലാസ്സിലെ ചോദ്യ പേപ്പറിൽ കുട്ടികളോട് ചോദിച്ചത് ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ്. നമ്മുടെ സംസ്ഥാനങ്ങളുടെ, നമ്മുടെ ഉത്തർപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലും ഓരോ സ്ഥലത്തിന്റെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, അലഹബാദ് ജവഹർലാൽ നെഹ്റു ആദ്യമായി മുനിസിപ്പൽ ചെയർമാനായതാണ് അലഹബാദ് കോടതിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ അലഹബാദ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ അതിന്റെ തീഷ്ണമായ ഭാവവും ഗന്ധവും പേറി അതിന്റെ ഉറവ പറ്റാത്ത സ്രോതസ്സായി നിലനിന്നിരുന്ന പ്രദേശമാണ് അലഹബാദ്. മോത്തിലാൽ നെഹ്റുവിൻ്റെ കുടുംബ വീട് ആ അലഹബാദ് ഇന്നില്ല. അതിൻ്റെ പേര് പ്രയാഗ്രാജ്. ഫൈസാബാദ് എന്ന് പറയുന്ന ജില്ല ഇല്ല, അതിൻ്റെ പേര് മാറ്റി. മീററ്റ് എന്ന് പറയുന്ന ജില്ലയുടെ പേര് മാറ്റാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച പേര് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും. പണ്ഡിറ്റ് നാഥുറാം ഗോഡ്സെ നഗർ. ഗാന്ധി ഘാതകന്റെ പേരിൽ ഒരു ജില്ല പിറക്കാൻ പോകുന്ന ഇന്ത്യയിൽ ചരിത്രം മാറ്റി എഴുതപ്പെടുന്നത് പോലെ ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ ഇനി നമ്മുടെ മക്കൾ പഠിക്കുന്ന ചരിത്രം ഒക്ടോബർ 7 മുതൽ നടന്ന പലസ്തീൻ്റെ ചരിത്രം മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, പലസ്തീൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലം 936 തന്നെ ഗാന്ധി ഹരിജനിൽ എഴുതി, ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് എന്നതുപോലെ, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക് എന്നതുപോലെ അല്ല, അറബികൾക്കുള്ളതാണ് പലസ്തീൻ എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു ഗാന്ധി. നെഹ്റു ആവർത്തിച്ചു. 938 ദേശീയ സമ്മേളനത്തിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേശീയ പാർട്ടിയുടെ സമ്മേളനത്തിൽ വെച്ച് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞു, ഡിവൈഡ് ആൻഡ് റൂൾ, ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കൽ.
അതിൻ്റെ സൃഷ്ടിയാണ് ഇസ്രായേൽ. ഇന്ത്യയെ ഭിന്നിപ്പിച്ചു. ഇന്ത്യ, അപ്പുറത്ത് പാകിസ്ഥാൻ മതപരമായി. അതുപോലെ തന്നെ ഈ പലസ്തീന്റെ മണ്ണിൽ, അറബിന്റെ മണ്ണിൽ അവിടെ ഒരു ജൂത രാജ്യമുണ്ടാക്കി കൊടുക്കുന്നു. അപ്പുറത്ത് ഇപ്പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മതരാജ്യം തരാം. നമുക്കറിയാം ജൂതന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് അത്രമാത്രം പോകേണ്ട കാര്യമില്ല. 60 ലക്ഷം ജൂതന്മാരെ ആര് കൊന്നത്? ഹിറ്റ്ലർ കൊന്നത് 60 ലക്ഷം. ഹോളോകാസ്റ്റ്, ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റിയിട്ട് കൊല്ലുകയായിരുന്നു. 10 ലക്ഷം ജൂതന്മാരെ നെപ്പോളിയൻ കൊന്നു. സാറസ്റ്റ് റഷ്യയിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നു. ജൂതന്മാർക്ക്, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജൂതന്മാർക്ക് അന്നത്തെ തുർക്കി ആസ്ഥാനമായ ഒട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ തലവൻ അറബ് നാട്ടിൽ അവരോട് ദയാകാരുണ്യം കാണിച്ചു എന്നതാണ് തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയ പ്രശ്നമല്ല. ഇത് വിരുന്നുകാരൻ വീട്ടുകാരെ ആട്ടി ഓടിച്ചതാണ് പലസ്തീന്റെ ചരിത്രമെന്ന് ഞാനും നിങ്ങളും മറക്കരുത് എന്ന് പറയാൻ കൂടിയാ. അതാണ് പ്രശ്നം. അന്നേ ദേശീയ പ്രസ്ഥാനം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രമേയം അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യം 948 മെയ് 15 ജൂതരാജ്യം എന്ന രീതിയിൽ മതരാജ്യമായി ഇത് പിറക്കുമ്പോൾ, ഈ മതരാജ്യത്ത് അത് പിറക്കുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി UN അസംബ്ലിയിൽ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ നരകത്തിലേക്കുള്ളൊരു വാതിലാണ് തുറക്കുന്നത്. പലസ്തീന്റെ മണ്ണിൽ നിങ്ങളൊരു ജൂതരാജ്യം ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞ രാജ്യത്തിന്റെ പേര് ഇന്ത്യ. അറബിതര രാജ്യങ്ങളിൽ അത് പ്രഖ്യാപിച്ച ഒരേ ഒരു രാജ്യം ഇന്ത്യ. നിങ്ങൾ നരകത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് ഇത്. നിങ്ങളൊരു ജൂതരാജ്യം ഉണ്ടാക്കി കൊടുത്താൽ അതൊരു ജൂതരാജ്യം മതരാജ്യമാവേണ്ടതില്ല. അതൊരു മതേതര മണ്ണായിരിക്കണം. അത് അറബികളുടെ മണ്ണാണ്. അത് പലസ്തീൻ അറബികൾക്കുള്ളതാണ് എന്ന് അസന്നിഗ്ധമായി ഇന്ത്യ എന്ന് വാദിച്ചു, പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെയുള്ള ബ്രിട്ടീഷുകാരുടെ ആവശ്യം എന്താ? മനുഷ്യനെ ഭിന്നിപ്പിക്കുക, അറബികളെ ഭിന്നിപ്പിക്കുക, ജൂതന്മാരെ തമ്മിലടിപ്പിക്കുക. ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ അവിടെ അധിനിവേശം നടത്തിയ എല്ലാ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അവർ ചെയ്ത പണി എന്താ? ഗതി കെട്ടിട്ട സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ സ്വാതന്ത്ര്യം നിങ്ങൾ ശരിക്കും അനുഭവിക്കാൻ പാടില്ല. നിങ്ങളെ ഭിന്നിപ്പിച്ച് രണ്ടാക്കിയിട്ട് ഞാനത് കൈ തരൂ. അതിൽ ഏറ്റവും മിടുക്കരാണ് ബ്രിട്ടീഷുകാർ. ലോകത്തെ എല്ലാ സാമ്രാജ്യത്വ ശക്തികളും അതിന് മിടുക്കരാ. പക്ഷേ അതിന് ഏറ്റവും വൈദഗ്ധ്യമുള്ളവരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയെ ഇന്ത്യയും പാകിസ്ഥാനുമാക്കിയതുപോലെ, അയർലൻഡിനെ അലോസ്റ്ററും അയർലൻഡുമാക്കിയതുപോലെ, ഈ പറയുന്ന അറബിന്റെ മണ്ണിൽ ഒരു ജൂതരാജ്യം ഉണ്ടാക്കി കൊടുത്തത് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി മാത്രം. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അന്നത്തെ ബ്രിട്ടീഷിന്റെ വിദേശകാര്യ സെക്രട്ടറി ഉറക്കെ പ്രഖ്യാപിച്ചു, ബൽഫോർ പ്രഖ്യാപനം എന്ന അതിന്റെ പേര്. നിങ്ങൾ ജൂതന്മാർ, ലോകത്തുള്ള ജൂതന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്കൊരു ജൂതരാജ്യം ഞങ്ങൾ ഉണ്ടാക്കി തരും. അത് എവിടെ? അറബിന്റെ മണ്ണിൽ. ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ പറയുന്ന ഇന്ത്യയുമായി ഞാൻ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ താരതമ്യം കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ മണ്ണിൽ ഇതുപോലെ സാംസ്കാരികമായി സഹിഷ്ണുതയുടെ ഒരു മണ്ണ് ഇന്ത്യ പോലെ മറ്റൊരു മണ്ണുണ്ടോ? ഇന്ത്യ എന്നാൽ എന്താണെന്ന് വളരെ കൃത്യമായി സ്വാമി വിവേകാനന്ദൻ നമുക്ക് പറഞ്ഞു തന്നു, ഇല്ലേ? I am proud to being a Hindu which has taught the world both tolerance and universal acceptance എന്ന് ഇന്ത്യയെ എന്താണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തു ചിക്കാഗോയിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ. I am proud to being a Hindu. ഞാനൊരു ഹിന്ദു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ലോകത്തിന് സർവലോക സ്വീകാര്യത എന്താണെന്ന്, ലോകത്തിന് സഹിഷ്ണുത എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ ദർശനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവേകാനന്ദൻ ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് പറഞ്ഞു, 3000 വർഷം പഴക്കമുള്ള ജൂതന്മാർ കടന്നു വന്നപ്പോൾ അവരെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്റെ മണ്ണ്. 2000 വർഷം പഴക്കമുള്ള ക്രിസ്തീയർ കടന്നു വന്നപ്പോൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ച മണ്ണ്.
1400 വർഷം പഴക്കമുള്ള മുഹമ്മദീയർ കടന്നു വന്നപ്പോൾ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ച മണ്ണാണ് എന്റെ മണ്ണ്. മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ ആ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. പെർഷ്യയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മതമാണ് ഈ നമ്മുടെ ടാറ്റയൊക്കെയുള്ള നമ്മുടെ സൗരാഷ്ട്രീയൻ എന്ന മതം. ആ മതത്തെയും 2 കൈ നീട്ടി സ്വീകരിച്ചതാണ് എൻ്റെ മണ്ണ്. അതാണ് ഇന്ത്യ, അതാണ് ഹിന്ദു, അതാണ് സിന്ധു നദീ തട സംസ്കാരത്തിലൂടെ നമ്മൾ ആർജിച്ച നമ്മുടെ പൈതൃകം അതാണ്. പക്ഷേ 1923 സവർക്കർ ആരാണ് ഹിന്ദു എന്നൊരു ലേഖനം എഴുതിക്കൊണ്ട് ഇവിടെ ഇതിനെ രാഷ്ട്രീയ ഹിന്ദുത്വം ഉണ്ടാക്കാൻ ബോധപൂർവമായി ശ്രമിച്ചു. അതിന് ഈ ബ്രിട്ടീഷുകാരൻ്റെ പിന്തുണയോടുകൂടി ഡിവൈഡ് ആൻഡ് റൂൾ അവിടെയാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇസ്രായേലിൽ നടന്നത്. തിയോഡർ ഹസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം ഒരു പാംലെറ്റ്, ഒരു ചെറിയ പുസ്തകം എഴുതി. ഈ ജൂത രാഷ്ട്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ജൂത സ്റ്റേറ്റ് വേണമെന്ന് പറയുന്ന 1896 ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അതാണ് സിയോണിസം എന്ന് നമ്മൾ അന്ന് മുതൽ പേരിട്ട് വിളിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുത്വ എന്ന് പറയുന്നത് പോലെ തന്നെ സിയോണിസം. വാസ്തവത്തിൽ പലസ്തീന്റെ മണ്ണെന്താ? മതേതരത്വത്തിന്റെ മണ്ണാണ്. ഈ പറയുന്ന യാസർ അറഫാത്തിന്റെ കൂടെ പലസ്തീനിലെ പോരാളികൾക്ക് വേണ്ടി, ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, അതിന്റെ മോചനത്തിന് വേണ്ടി യാസർ അറഫാത്തിന്റെ കൂടെ നയതന്ത്ര ചർച്ചകൾക്ക്, ഓസ്ലോ ചർച്ചകൾക്ക്, കരാറിന് പോലും പോയതാരാ? എഡ്വേർഡ് സെയ്ദ് എന്ന് പറയുന്ന എഴുത്തുകാരനാ. ആരാ എഡ്വേർഡ് സെയ്ദ്? അദ്ദേഹം ഒരു ലിറ്റററി ക്രിറ്റിക്കാണ്. എഡ്വേർഡ് സെയ്ദ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചയാളാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത് എന്താ? ഒരു സ്വതന്ത്ര പലസ്തീൻ. യാസർ അറഫാത്തിന്റെ കൂടെ ചർച്ചകൾക്ക് പോകുന്നത് എഡ്വേർഡ് സെയ്ദ്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വിശ്വമഹാകവിയെ നമുക്കറിയാം. 931 അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹം പ്രണയ കവിതകൾക്കപ്പുറത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് പലസ്തീനിന്റെ, ലെബനോണിന്റെ, സിറിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് ഞാനും നിങ്ങളും അറിയുക. ഖലീൽ ജിബ്രാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചയാളല്ല, അദ്ദേഹം ജനിച്ചത് ക്രിസ്തീയ കുടുംബത്തിലാണ്. അവിടെ നിരവധി ആളുകൾ, ജോർജ് ഹബഷ്, മഹ്മൂദ് ദർവിഷ് ഒക്കെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ആളുകളാ. അവരാണ് ഈ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്. അവരാണ് ഇത്രകാലം ഇതിന്റെ മുൻനിരയിൽ നിന്ന് പോരാട്ടക്കാർക്ക് ഊർജം പകർന്നു കൊടുത്തത് അവരാ. മാത്രമല്ല ജൂതന്മാരായി ജനിച്ച നോം ചോസ്കി, അലൻ പാപ്പെ, മൈക്കോ പൈലറ്റ് എഴുത്തുകാരാണ്, ആക്ടിവിസ്റ്റുകളാണ്. അവർ ജനിച്ചത് ജൂത കുടുംബത്തിലാണ്. പക്ഷെ അവർക്ക് വേണ്ടതെന്താ? സ്വതന്ത്രമായ പലസ്തീൻ. ആ പലസ്തീന് വേണ്ടി ശബ്ദിക്കുന്നത് ഇത് കേവലം മതപരമായി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ, ഭിന്നിപ്പിച്ച് ഭരിക്കലിന്റെ ഭാഗമായി ഉണ്ടാക്കിയ, മതപരമായി മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല. ഇത് പലസ്തീൻ എന്ന് പറയുന്ന അറബ് ജനതയുടെ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ചരിത്രമാണ് പലസ്തീന്റെ ചരിത്രം. അത് കേവലം ഒരു മുസ്ലിം ക്രിസ്തീയ മുസ്ലിം ജൂത പോരാട്ടത്തിന്റെ ചരിത്രമല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരപരമായ ഒരു കാര്യമുണ്ട്. അൽ അസ്ക പള്ളി അവിടെയാണ്. ലോകത്ത് 3ാമത്തെ പള്ളി. 3 പള്ളികൾ എണ്ണി പറഞ്ഞാൽ ആ ഒരു വികാരപരമായ പ്രശ്നം മുസ്ലിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതിനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കലിന്റെ ഭാഗമായി ഈ ബ്രിട്ടീഷുകാരൻ അന്ന് ചെയ്തു വെച്ചത് 938 AICC സമ്മേളനത്തിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് അവതരിപ്പിച്ച പ്രമേയത്തിൽ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു UN അസംബ്ലിയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, നരകത്തിലേക്ക് തുറക്കുന്ന വാതിൽ, ഈ തീക്കണൽ ഒരിക്കലും നിങ്ങൾ കണക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് 100 വർഷം തികയുന്നു ഇല്ലേ? ഒരിക്കലും മണക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അതാണ് ബ്രിട്ടീഷുകാരന്റെ ആവശ്യം. ഇന്നും അവർ ചെയ്യുന്നത് അതല്ലേ? ഇനി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ, നമുക്കറിയാം, ഈ പറയുന്ന അറബ് രാജ്യം ഇതര രാജ്യമായി ആകെ ഏറ്റവും കൂടുതൽ UN അസംബ്ലിയിലും പുറത്തും ഈ പലസ്തീന് വേണ്ടി ശബ്ദിച്ച രാജ്യത്തിന്റെ പേര് ഇന്ത്യ മാത്രമാണ്. 960 നെഹ്റു അവിടെ ചെന്നപ്പോ നെഹ്റുവിന്റെ പ്ലെയിൻ ക്രാഷ് ചെയ്യിക്കാൻ വേണ്ടി വരെ ഇസ്രായേലിൽ ശ്രമിച്ചു. ഗാസയിൽ ഇറങ്ങി നെഹ്റു. അത് മാത്രമല്ല, നിരവധി തവണ, ഞാനതിന്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നില്ല, നിരവധി തവണ
മാത്രമല്ല നമുക്കറിയാം, ഒരു രാജ്യമായി അംഗീകരിക്കാൻ ആ രാജ്യമില്ലെങ്കിൽ കൂടി രാജ്യമില്ലാത്ത രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവനായി യാസർ അറഫാത്തിനെ അംഗീകരിച്ച രാജ്യത്തിന്റെ പേര് ഇന്ത്യ. ഇന്ദിരാഗാന്ധിയെ യാസർ അറഫാത്ത് വിളിച്ചത് എന്റെ പിറക്കാത്ത സഹോദരി എന്നാണ് യാസർ അറഫാത്ത് ഇന്ദിരാഗാന്ധിയെ വിളിച്ചത്. ആ ഇന്ത്യ ഇന്ന് UN അസംബ്ലിയിൽ ഇസ്രായേലിന്റെ കൂടെ നിന്ന് വോട്ട് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾ അറിയുക. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പൂർവികന്മാർ, ഞാൻ പേര് പറയുന്നില്ല, ആ പൂർവികന്മാർ അന്ന് ഹിറ്റ്ലറുടെ കൂടെ ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ ഹിറ്റ്ലറുടെ കൂടെ മുസോളിനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പഠിക്കാനുണ്ട്, ഹിറ്റ്ലറിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞവരാണ്. ഇപ്പോ ഇസ്രായേലി ജനത പലസ്തീൻകാരെ കൊന്നൊടുക്കുമ്പോൾ ഇസ്രായേലിന്റെ കൂടെ, ആരാണോ കൊന്നൊടുക്കുന്നത് അവരുടെ കൂടെ. ഇതല്ല ഇന്ത്യയുടെ ചരിത്രം, ഇതല്ല ഇന്ത്യയുടെ പാരമ്പര്യം. അത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയും ജനങ്ങളോട് സംസാരിക്കുകയും ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിൽ മാറ്റം വരുത്താൻ സമ്മർദ്ദം ചെലുത്തുകയും കൂടി ചെയ്യുമ്പോഴാണ് ഈ പലസ്തീൻ ഐക്യദാർഢ്യ ദിനം അതിന് യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുക. നമ്മുടെ ചരിത്രം അതാണ്, ഇന്ത്യയുടെ ചരിത്രം അതാണ്. ഇനി മാത്രമാണോ? നിങ്ങൾക്കറിയാം, ഡോക്ടർ ആങ് സി ചായ് എന്ന് പറയുന്ന മലേഷ്യയിൽ ജനിച്ച, പിന്നീട് ക്രിസ്തീയ കുടുംബത്തിൽ അതിന് വിശ്വാസം സ്വീകരിച്ച ഡോക്ടർ ആങ് സി ചായ് അവരൊരു ഓർത്തോപീഡീഷ്യനാണ്, ഓർത്തോപീഡീഷ്യൻ ഡോക്ടറാണ്. അവരുടെ ജീവിതം അവസാനം മാറ്റിവെച്ചത് ഈ പറയുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ അവിടെയുള്ള രോഗികളെ ചികിത്സിക്കാൻ. അവർ ദീർഘകാലം ലെബനോനിലും പലസ്തീനിലും ജോലി ചെയ്തു. അഭയാർത്ഥി ക്യാമ്പിൽ അവരെഴുതിയൊരു പുസ്തകമുണ്ട്, ഫ്രം ബെയ്റൂട്ട് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകമൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞ് നമ്മളൊരു എന്താ പറയുക, ആ ജീവിതം ഇങ്ങനെ നമ്മുടെ നേർക്ക് നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അൻസാരി കിടന്നുറങ്ങുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുന്നത് മക്കൾക്ക്. കിടന്നുറങ്ങുമ്പോൾ മാത്രമല്ല, ഉമ്മ വെള്ളമെടുക്കാൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു, കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരുമോ എന്നറിയില്ല. എല്ലാ യുദ്ധനീതികളെയും കാറ്റിൽ പറത്തി ആശുപത്രികളിലേക്കാണ് ഷെല്ലാക്രമണം നടത്തുന്നത്. ആശുപത്രിയിൽ കരണ്ടില്ല, കരണ്ട് കട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഗാസ എന്ന് പറയുന്ന പ്രദേശം ആകെ 40 കിലോമീറ്റർ നീളം, 15-നും 20 കിലോമീറ്ററും ഇടയ്ക്ക് വീതിയുമുള്ള ഒരു കൊച്ചു പ്രദേശം. 3 ഭാഗം ഇസ്രായേലിനേക്കാൾ ചുറ്റപ്പെട്ട് കിടക്കുക. അതിനാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയപ്പോൾ അതിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, തോന്നിയ പോലെ ചെയ്യാം. ഇരച്ചിരച്ച് കയറി പലസ്തീൻകാരുടെ മുഴുവൻ പ്രദേശവും കൈയടക്കി. കരഭാഗം മുഴുവൻ ഇസ്രായേൽ ചുറ്റപ്പെട്ടു. അവിടെ അത്യാധുനിക ആയുധങ്ങളുമായി നിൽക്കുന്നു. ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ ഒരു കുട്ടിക്ക് പോലും കരമാർഗം ഈ പറയുന്ന ഗാസയിലേക്ക് കടക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് കടൽ, ആ കടലിലും ഇവർ അധിനിവേശം സ്ഥാപിച്ചിരിക്കുന്നു. അതാണ് അവിടുത്തെ കവി മഹ്മൂദ് ദർവിഷ് എഴുതിയ കവിതയിൽ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്: ജീവിക്കുന്നതും ഖബറിൽ, മരിച്ചു ചെന്നാൽ അടക്കം ചെയ്യുന്നതും ഖബറിൽ, എന്നാൽ പിന്നെ മരിച്ചുകൊണ്ട് ഖബർ തിരഞ്ഞെടുക്കാം എന്നവർ തീരുമാനിക്കുക. ജീവിക്കുന്നത് ഖബറിലാണ് ജീവിക്കുന്നത്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, മരുന്നില്ല, കരണ്ടില്ല, ജനറേറ്റർ പ്രവർത്തിക്കാൻ ആശുപത്രിയിൽ പോലും ഡീസൽ ലഭിക്കുന്നില്ല, വെള്ളമില്ല കുടിക്കാൻ. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഗോതമ്പില്ല കഴിക്കാൻ, ഞങ്ങൾ സ്നേഹം ഭക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വെള്ളമില്ല കുടിക്കാൻ, ഞങ്ങൾ പരസ്പരം കണ്ണീര് കുടിക്കുന്നു. ഞങ്ങൾക്ക് പറക്കാൻ ആകാശങ്ങളില്ല, അതിരുകൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജീവിക്കുന്നത് ഖബറിലാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നു, ഇനി ബാക്കിയുള്ളവരും ഖബറിൽ ജീവിക്കാതിരിക്കാൻ
എന്നേക്കുമായി ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ഖബറിലേക്ക് മടങ്ങാൻ, മരിച്ച ഖബറിലേക്ക് മടങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് യുദ്ധത്തിനിറങ്ങുന്നു. മറ്റുള്ളവർ അത്യാധുനിക ആയുധമെടുക്കുമ്പോൾ കൊച്ചുകുട്ടികൾ കല്ലെടുത്തിറങ്ങുക. ആക്സി ചായ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടി, ഒരു 3-ാം ക്ലാസ്സുകാരൻ, ഒരു കൊച്ചുകുട്ടി ഈ ഇസ്രായേലിലെ സൈനികനെ കണ്ടപ്പം കല്ലെടുത്തു. കല്ലെടുക്കാൻ ആരും അവനെ പ്രേരിപ്പിച്ചതല്ല, പരിശീലനം കൊടുത്തതല്ല. അവന്റെ ജ്യേഷ്ഠനെ, അവന്റെ അച്ഛനെ, അവന്റെ വല്യുപ്പയെ ഈ പറയുന്ന ഇസ്രായേലുകാർ ചെയ്യുന്നതിന്റെ സാക്ഷ്യം അവർക്കുണ്ട്. അവൻ കല്ലെടുത്തപ്പോ ഇസ്രായേൽ സൈനികൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഇതിനാരാ പഠിപ്പിച്ചത്? ഇസ്രായേലുകാരിൽ അറിയേണ്ടത് ഈ പറയുന്ന ഭീകരവാദി അവരുടെ കേന്ദ്രം കണ്ടെത്തുക 3 വയസ്സുകാരനിലൂടെ. അപ്പൊ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, എൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം ഇസ്രായേലിൽ സൈനികൻ വിചാരിച്ചു, ഓ കിട്ടിപ്പോയി, ഒരു ഭീകര കേന്ദ്രം, ഒളിത്താവളം ഇതാ കണ്ടുപിടിക്കാൻ പോകുന്നു. ഈ കുട്ടിക്ക് 2 മിഠായിയൊക്കെ കൊടുത്ത് ഈ കുട്ടിയും കൂട്ടി ഒളിത്താവളം കണ്ടുപിടിക്കാൻ ചെന്നപ്പോൾ ഈ കുട്ടിക്ക് 3 വയസ്സ്, 3.5 വയസ്സ്. അത് കഴിഞ്ഞവൻ്റെ ജ്യേഷ്ഠന് 6 വയസ്സ്. 6 വയസ്സായ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് എന്നെ പഠിപ്പിച്ച ആൾ, 6 വയസ്സ്. അപ്പോൾ ഓനെന്താ ചെയ്യുന്നറിയോ? അവിടെ ഇങ്ങനെ മണ്ണ് കൊണ്ട് അപ്പം ചുട്ട് കളിക്കുക. ഭീകരവാദിയെ പിടിക്കാൻ പോയതാ. അങ്ങനെ നിരവധി അനുഭവങ്ങൾ. പലസ്തീന്റെ പോരാട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആ ഒരു വലിയ ചരിത്രമുള്ള അധിനിവേശത്തിന് എത്ര കുഴിച്ചിട്ടാലും വളരെ കൃത്യമായി പറഞ്ഞാൽ അത് മുളപൊട്ടി പൊന്തുന്ന വിപ്ലവ ആത്മധൈര്യമുള്ള, അതിനുള്ള ചേതനയുള്ള, അതിനുള്ള ഊർജമുള്ള, അതിനുള്ള കരുത്തുള്ള ഒരു തലമുറ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതാരും ട്രെയിനിങ് കൊടുത്തിട്ടല്ല. എന്നിട്ട് ആ പോരാട്ടത്തെയാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ആക്രമിച്ചു, അതുകൊണ്ട് തിരിച്ച് ആക്രമിക്കുന്നു. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഹമാസ് അല്ലാതെ ആരാണ് ഇന്ന് അവിടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത്? ഇന്ന് പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റാരുണ്ട് പോരാടാൻ? മാത്രമല്ല, ഹമാസ് ഭീകരവാദിയാണെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ആധിപത്യവും അമേരിക്കൻ സാമ്രാജ്യത്വവും മുൻപ് ഗാന്ധിയെ ഭീകരവാദിയാക്കിയില്ലേ? നിങ്ങൾ നെഹ്റുവിനെ 8 വർഷക്കാലം തടവിൽ പാർപ്പിച്ചില്ലേ? ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി ജയിലിൽ കിടന്നു മരിച്ചില്ലേ? നിങ്ങൾ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയില്ലേ? അവരുടെയൊക്കെ പേരിൽ നിങ്ങൾ ചാർത്തിയ കുറ്റമെന്താ? ഭീകരവാദി അല്ലെ, രാജ്യദ്രോഹി. ഇന്നും നിങ്ങൾ ചാർത്തപ്പെടുന്ന കുറ്റങ്ങൾ എന്താ? ഇന്നും ഈ പറയുന്ന ED-യെയും CBI-യെയും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്തെ അനീതിക്കെതിരെ, ഈ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുമ്പോൾ, മതേതരത്വത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അതിനെ പ്രതിരോധിക്കുമ്പോൾ അവരെ നിങ്ങൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി, അർബൻ നക്സൽ എന്ന കുറ്റം ചുമത്തി എത്ര പേരെ നിങ്ങൾ ജയിൽ കടച്ചു? സ്റ്റാൻ സ്വാമിയെ നമുക്കറിയില്ലേ? വൈദികനായ സ്റ്റാൻ സ്വാമി. ആ സ്റ്റാൻ സ്വാമി എന്താ ചെയ്ത കുറ്റം? അവിടെയുള്ള ആദിവാസികൾക്ക്, അക്ഷരമറിയാത്ത, ഭക്ഷണം കിട്ടാത്ത, വീടില്ലാത്ത ആളുകൾക്ക് അക്ഷരം പഠിപ്പിച്ചു. അവരെ അതിനുവേണ്ടി ഭവനം നിർമ്മിച്ചു കൊടുത്തു, അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. ആ സ്റ്റാൻ സ്വാമിയെ നിങ്ങൾ അർബൻ നക്സലാക്കി ചുമത്തി. നിങ്ങൾ എത്ര കാലം നിങ്ങൾ ജയിലടച്ചു? അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം പിടിച്ചിട്ട് അതിന് ചികിത്സക്ക് പോലും നിങ്ങൾ അനുവദിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പോലും കയ്യിൽ പിടിച്ച് കുടിക്കാൻ കഴിയില്ല, അത്രമാത്രം വിറയോടെ. എന്നിട്ട് പോലും അവസാന ഘട്ടത്തിൽ പോലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ഇല്ല. എത്ര പേരെ? നിങ്ങളുടെ കണ്ണിൽ, ഇസ്രായേലിന്റെ കണ്ണിൽ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ കണ്ണിൽ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കണ്ണിൽ ഭീകരവാദി ആരാണ് എന്ന് നമുക്കറിയാം. ആ ഭീകരവാദത്തിന്റെ മുദ്ര കുത്തുന്ന ഒരു ചരിത്രം, അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ഭീകരവാദികളാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ രാജ്യദ്രോഹികളാണ്. ഇന്ത്യയിൽ തന്നെ ഇത്രമാത്രം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, രാജ്യസ്നേഹികൾ ഇവിടെ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരും രാജ്യദ്രോഹ കുറ്റം ചുമത്തുക.
എന്തെതിർത്ത് പറഞ്ഞാലും, അപ്രിയമായി പറഞ്ഞാൽ, ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചാൽ അവന്റെ വീട്ടിലേക്ക് ED, ഇൻകം ടാക്സ്, CBI മുഴുവൻ ആളുകൾ ചെല്ലുന്നു. ഇത് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിലപാട്, അതാണ് ഇസ്രായേലിന്റെ നിലപാട്, അതാണ് ബ്രിട്ടന്റെ നിലപാട്. അതുകൊണ്ട് അവരുടെ കണ്ണിൽ ഭീകരവാദി ആരെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പാളയം ഇമാം വേദിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തെ ഞാൻ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അതുകൊണ്ട് എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പ്രിയങ്കരനായ MLA വേദിയിലുണ്ട്, പാളയം ഇമാമുണ്ട്, നിരവധി ആളുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമല്ല. ഞാനിത് പറയാൻ കാരണം ഇത് കേവലം ഒരു മതയുദ്ധമായി കാണേണ്ടത് ഈ പറയുന്ന ബ്രിട്ടീഷുകാരന്റെ ആവശ്യമായിരുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരംഭിച്ചു എന്നതാണ്. ഞാനതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് 1 2 ആക്രമണമാണോ? 7 ദിവസം നീണ്ട ആക്രമണം, 13 ദിവസം നീണ്ടത്, പിന്നെ മാസങ്ങളോളം നീണ്ടത്, ഇപ്പം 4 ദിവസത്തിന് 5 ദിവസത്തിനൊക്കെ നിർത്തുക. എന്നിട്ടോ തൽക്കാലം ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ ബോംബിട്ടോളാം. തൽക്കാലം ഒരു ഭക്ഷണം കഴിച്ചോട്ടെ, തൽക്കാലം ഒരു ലക്ഷം വെള്ളം കുടിച്ചോട്ടെ. നമ്മൾ ഈ കോഴിനെയൊക്കെ അറക്കുമുണ്ടല്ലോ വെള്ളം കൊടുത്തിട്ട് അറക്കുന്നത് എന്നതുപോലെ ഇതിന് നിൽക്കുക രാജ്യം ലോകത്ത്. അമേരിക്കൻ സാമ്രാജ്യത്വം അതിനുവേണ്ടി നിൽക്കുക, ഈ പറഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിനുവേണ്ടി നിൽക്കുക. എന്നിട്ട് സമാധാനത്തിന്റെ ആളുകളായി അവർ വലിയ വർത്താനം പറയാ. ഈ രൂപത്തിൽ ഈ പറയുന്ന പലസ്തീന്റെ ചരിത്രം നമ്മൾ അറിയണം എന്നുകൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തൊക്കെയായാലും ശരി, ഇന്ന് ലോകത്ത് മുഴുവൻ പലസ്തീൻ ഐക്യതയുടെ സദസ്സുകൾ നടക്കുന്നു. നമ്മളെ ഇവിടെ നടക്കുന്ന ഒരു ചെറിയ റാലി പോലെയല്ല. നിങ്ങൾ കാണൂ, ഇംഗ്ലണ്ടിൽ നടക്കുന്നത്, അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നടക്കുന്നത്, ഫ്രാൻസിൽ നടക്കുന്നത്, ഇറ്റലിയിൽ നടക്കുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ നടക്കുന്നു, അമേരിക്കയിൽ നടക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നു. മുഴുവൻ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഫ്രീ ഫ്രീ പലസ്തീൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേവലം ഈ പറയുന്ന ചുണ്ടങ്ങ് കൊടുത്ത് വൈതനങ്ങ വാങ്ങിയത് കൊണ്ടാണോ? പലസ്തീന്റെ രോധനം എന്താണെന്ന്, പലസ്തീന്റെ കൃത്യമായ അവിടെ തിക്താനുഭവങ്ങൾ, അവരുടെ വ്യതകൾ, അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ലോകത്ത് മാനവികവാദികൾ മനസ്സിൽ അല്പമെങ്കിലും അവർക്ക് ബുദ്ധിമാന്യം സംഭവിച്ചിട്ടില്ലെങ്കിൽ, അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഒരു കണിക പോലും, ഒരു കടുക് മണി തൂക്കമെങ്കിലും മനുഷ്യത്വം നിഴലിക്കുന്നുണ്ടെങ്കിൽ അവരിന്ന് പലസ്തീന് വേണ്ടി ശബ്ദിക്കും. യാതൊരു സംശയവുമില്ല, ലോകത്തത് കാണുകയാണ്. അതിനെ നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. ആരെതിർത്താലും ശരി, ഈ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അതിൽ തർക്കമില്ല. മാത്രമല്ല, ലോകം ഇത് അംഗീകരിക്കുന്നു. ഇതിന്റെ ചരിത്രം അതാണ്. ഇനിയും ആ പലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി അവർക്കൊരു സ്വയം രാജ്യമുണ്ടാക്കി കൊടുക്കാൻ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണക്കണം. ദേശീയ പ്രസ്ഥാനവും തീരുമാനിച്ചത് അത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ആഫ്രിക്കൻ കോൺഗ്രസ്, അവിടെ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അവിടെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഇന്ത്യ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഇന്ത്യ. പലസ്തീനിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചത് ഇന്ത്യ. പാകിസ്ഥാനിൽ ബംഗ്ലാദേശിനു വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോൾ അതിന് യുദ്ധം നടത്തിയ രാജ്യത്തിന്റെ പേര് ഇന്ത്യ. ലോകത്തെവിടെയും സ്വതന്ത്രവാഞ്ചികളെ, ദേശീയ വിമോചന പോരാട്ടം ഉണ്ടാകുമ്പോൾ അധിനിവേശ ശക്തികൾക്കെതിരെ പൊരുതിയ മണ്ണിന്റെ പേരാണ് ഇന്ത്യ. ഈ ഇന്ത്യയാണ് UN അസംബ്ലിയിൽ പോയി ഇസ്രായേലിന് വേണ്ടി വക്കാലത്ത് കൊടുക്കുന്നത്, ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയണം. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോവുക? ഞാൻ പറഞ്ഞു നേരത്തെ, ഗാന്ധിയുടെ ഘാതകന്റെ പേരിൽ, കശ്മലന്റെ പേരിൽ ജില്ല പിറക്കുന്ന ഇന്ത്യ. ചരിത്രം മാറ്റി എഴുതുന്ന ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്നത്തെ അധ്യക്ഷൻ പറഞ്ഞു, അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അധ്യക്ഷൻ അൻസാരി പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന ഉണ്ടാക്കാൻ 2 വർഷക്കാലത്തിനപ്പുറത്ത്
യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് ഇന്ന്. ആ ഭരണഘടന പിറന്നപ്പോ എന്താ പറഞ്ഞത്? ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രം എഴുതി. ഓർഗനൈസർ ആരുടെ പത്ര? നാഗപ്പൂരിൽ നിന്നുള്ള പത്ര. നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞാൽ. ആ പത്രം എഴുതി, ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? ഇത് മനുസ്മൃതിയുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഭരണഘടനയാണ്. ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ പതാക പിറന്നപ്പോൾ അപ്പോഴും പറഞ്ഞു, ഈ പതാക ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ മൂവർണം ശകുനമാണ്, ശാപത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞവർ അവരുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് ഞാനും നിങ്ങളും അറിയുക. ഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കുട്ടികളോട് ചോദിക്കുന്ന ഇന്ത്യ, ഗാന്ധിയുടെ കശ്മലന്റെ പേരിൽ ജില്ല പിറക്കാൻ നിർദ്ദേശിക്കുന്ന ഇന്ത്യ, അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന മതേതരവാദിയെ, അബുൽ കലാം ആസാദ് ജിന്നയോട് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ജിന്ന പറഞ്ഞു, രാജ്യം വേണം പാകിസ്ഥാൻ, മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജ്യം വേണമെന്ന് പറഞ്ഞപ്പോ അബുൽ കലാം ആസാദ് ചോദിച്ചു, ഹരേ ഭായ് ക്യാ തൽവാർ സേ പാനി കട്ട് സക്താ ഹേ? ഏ സഹോദര, നിന്റെ കയ്യിലുള്ള ഏത് കത്തി കൊണ്ടാണ് നിനക്ക് വെള്ളത്തെ രണ്ടായി കീറി മുറിക്കാൻ കഴിയുക? വെള്ളത്തെ നിനക്ക് രണ്ടായി കീറി മുറിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും മതത്തിന്റെ പേരിൽ വ്യത്യസ്ത രാജ്യങ്ങളായി കീറി മുറിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച അബുൽ കലാം ആസാദിനെ ചരിത്രത്തിൽ നിന്ന് മാറ്റുക. നിങ്ങൾ ആലോചിക്കുക, ആ അബുൽ കലാം ആസാദിനെ. അബുൽ കലാം ആസാദ് ഒരു കാര്യം കൂടി അന്ന് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ആവേശം തരുന്ന കാര്യമാണ്. ഞാനൊരു ഈമാനും ഇസ്ലാമും, ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി മരിക്കണം, എനിക്ക് സ്വർഗം വേണം. പക്ഷേ എന്റെ പടച്ച തമ്പുരാൻ ഒരു മാലാഖയെ അയച്ച് കുത്തബ് മിനാറിന്റെ മുകളിൽ കയറി നിന്ന് ഒരു കൈയിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയും മറുകൈയിൽ സ്വർഗരാജ്യവും കാണിച്ചു തന്ന്, ഏ അബുൽ കലാം, നിനക്ക് ഏതാണ് വേണ്ടതെന്ന് എന്റെ പടച്ച തമ്പുരാൻ ചോദിച്ചാൽ എന്റെ റബ്ബിനോട് ഞാൻ പറയും, റബ്ബേ എനിക്ക് സ്വർഗം വേണം, ഈമാനോടും ഇഖ്ലാസോടും കൂടി ഞാൻ മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഇന്ന് എനിക്ക് വേണ്ടത് ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയാണ് എനിക്ക് വേണ്ടതെന്ന് എന്റെ പടച്ച തമ്പുരാനോട് ഞാൻ പറയുമെന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് അബുൽ കലാം ആസാദ് ഇന്ന് ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നു. കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റുക, ശാസ്ത്രം പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുക, 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിൽ നിന്ന് ഡാർവിൻ എടുത്തു മാറ്റുക. മാത്രമല്ല, ദേശീയ ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തിൽ വെച്ച് നടക്കുന്ന ചില ചർച്ചകൾ, പ്രബന്ധങ്ങൾ, അതൊക്കെ പറയാതിരിക്കുക എന്നല്ലേ. ഞാൻ ഈ പലസ്തീൻ ഐക്യദാർഢ്യ ദിനത്തിൽ അതൊന്നും പറയുന്നത് ശരിയല്ല എന്നുകൂടി ഞാൻ. മാത്രമല്ല, ഏറ്റവും കൂടുതൽ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ഇസ്രായേലിലെ രാഷ്ട്രത്തലവന്റെ പേരാണ് മെനാച്ചിങ് ബെഗിൻ എന്ന് പറയുന്നത്. ആ ബെഗിൻ എന്താ അവർ ചെയ്തറിയോ? നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുത്തു. പോരെ, ലോകത്തെ സമാധാനത്തിനുള്ള ഏറ്റവും വലിയ സമ്മാനമായ നൊബേൽ സമ്മാനം സാമ്രാജ്യത്വ ശക്തികൾ കൊടുത്തു. ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ഇസ്രായേലിന്റെ രാഷ്ട്രത്തലവനെ. പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ UN അസംബ്ലിയിലെ ഇടപെടലിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പലസ്തീനിൽ നടക്കുന്ന പോരാട്ടം, അതിനെ ശക്തിപ്പെടുത്തേണ്ടത്, അതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത്, അതിനെ എതിർക്കുന്ന രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ നമ്മൾ സമരം ചെയ്യേണ്ടത്, പ്രതികരിക്കേണ്ടത്, പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ അതിനുണ്ടാവണം എന്നൊരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.